സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇത് ഞാൻ സെയിലിനിട്ടിരുന്ന ഒരു വീടാണ്. ഏകദേശം വിലയൊക്കെ അടുത്തടുപ്പിച്ച് വന്നു. അപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞാനിത് സെയിലിന് വാങ്ങുമ്പോൾ ചാവി എല്ലാം ഉൾപ്പെടെയാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഇനി കൊടുക്കുന്ന ആളിനാണെങ്കിലും അത് ഇത്രയും വൃത്തിയാക്കിയെങ്കിലും എൻ്റെ ഒരു രീതിക്ക് അത് വൃത്തിയാക്കിയെങ്കിലും ഒന്ന് കൊടുക്കണമെന്നുണ്ട്. അപ്പം കുറച്ച് ദിവസം അടച്ചിട്ടിരുന്ന വീടാണിത്. ഒരു 6 മാസത്തോളം ഓണർ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരന് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളെ തന്നെ ഫുൾ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അപ്പോൾ വീട് ഭയങ്കര കരിയിലൊക്കെ ആയിരുന്നു. അതെല്ലാം വൃത്തിയാക്കി ഒരു ആളിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കിയാണ് കൊടുക്കുന്നത്. കാരണം വന്ന് കയറുന്ന ആളിന് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി വേണ്ട. അപ്പം നമ്മൾ തന്നെ അത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം വൃത്തിയാക്കി ഇവിടെയൊക്കെ നല്ല കരിയിലൊക്കെ അതെല്ലാം തൂത്ത് കൂട്ടിയിരിക്കുകയാണ്. ഇനി അകവും കൂടെ ക്ലിയർ ആക്കാനുണ്ട്. എനിക്ക് എന്താണെന്നറിയോ, നമ്മൾ കൊടുക്കുന്ന ഒരു സാധനത്തിന് വൃത്തിയില്ല എങ്കിൽ ഇത് ഓണർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓണർക്ക് ഇന്ന് നമ്മൾ വൃത്തിയാക്കുന്ന ടൈമില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിതൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. കാരണം നമ്മുടെ കടമയല്ലേ, അത് മോശമല്ലേ ഇങ്ങനെ ചീത്തയായിട്ട് കിടക്കുന്ന സാധനം കൊടുക്കുന്നത്. അപ്പം വന്ന് വാങ്ങിക്കുന്നവർക്ക് സന്തോഷത്തോടെ വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും കൂടെ നിന്ന് മെനക്കെട്ട് നിന്ന് ഇത് വൃത്തിയാക്കും. നമുക്കതിനൊന്നും ഒരു മടിയില്ല, നമ്മളെല്ലാ ജോലികളും ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കും, നമുക്കൊരു സന്തോഷം. അവർ ഐശ്വര്യമായിട്ട് വന്ന് താമസിക്കട്ടെ. അപ്പം നമ്മളെ ഒരു വീടൊക്കെ സെയിലിന് ഏൽപ്പിക്കും. നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടെയാണ് ചെയ്യുന്നത്. അവർക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം പ്രോപ്പർട്ടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ്. ആ ഒരു ഫൈനൽ ഇതിലാണ് നമ്മുടെ ഓണർ ഇവിടെ വരും. അപ്പോൾ അവരുമായിട്ട് കണ്ട് സംസാരിക്കാം. അപ്പോൾ 4.5 സെൻറ്റും 3 BHK വീടുമാണിത്. അപ്പം ഇത് കണ്ടിഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇനിയിപ്പോൾ അവർ വീണ്ടും കാണാൻ വരും, ഫാമിലിയായിട്ടാണ് കാണാൻ വരും. അപ്പം കാണാൻ വരുമ്പോൾ സമയം കിട്ടിയില്ല, എന്നാലും ഉള്ള സമയത്തിനിടയിൽ കൂടെ ഞാനൊന്ന് വൃത്തിയാക്കിയിട്ടാണ്. മുറ്റത്തൊക്കെ കരിയിലൊക്കെ ആയിപ്പോയി. വൃത്തിയാക്കിയപ്പോഴാണ് എത്രത്തോളം സ്പേസ് മനസ്സിലായത്. ഇവിടെയൊക്കെ ബാക്കിലൊക്കെ ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നു എനിക്ക് തന്നെ തോന്നിയില്ല. പിന്നെ എൻ്റെ വീഡിയോയിലെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും, അത് എന്തൊക്കെ വർക്ക് ബാക്കിയുണ്ട് എന്നുള്ള. ഇതിപ്പോൾ ഒരു 5 വർഷം പഴക്കമുള്ള വീടാണ്. 5 വർഷം പഴക്കമുള്ള വീട്ടിൽ ഇനി പെയിൻറ്റിങ് ഉണ്ട്. പെയിൻറ്റിങ് ഇങ്ങനെ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ കുറേ നാൾ താമസമില്ലാതെ ഈ വീട് കിടന്നു. അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ഒന്ന് ഡള്ളായിട്ടുണ്ട്, ഒന്ന് മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് ഉള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വരുന്നവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പെയിൻറ്റ് ചെയ്തെടുത്ത് ഒന്ന് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മെൻഷൻ ചെയ്തു. നല്ലൊരു റെസിഡൻസ് ഏരിയ വരുന്ന ഒരു വീടാണിത്. അപ്പം ഈ ഒരു വീടിന് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു, കുറേ പേരൊക്കെ ഇനിയും അടുത്ത സ്റ്റെപ്പ് അവർ ആദ്യം വന്ന് കണ്ടിട്ട് പോയവർ വീണ്ടും കാണാൻ വരും. അപ്പോൾ ഈ ഞായറാഴ്ചത്തേനെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വീട് അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ വസ്തുവിൻ്റെ അഡ്വർടൈസ്മെൻ്റ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. മിതമായ റേറ്റിൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി മാത്രമാണ്, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് വരുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ മാർക്കറ്റ് വിലയിലൊന്നും കൂട്ടി ഞാൻ ചോദിക്കാറില്ല. അങ്ങനെ കൂട്ടി ചോദിക്കുന്നതുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ചെയ്യാറുമില്ല. അതുപോലെ തന്നെ വസ്തുക്കളോ വീടുകളോ വാഹനങ്ങളോ എന്ത് സെയിലുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കുക. അപ്പോൾ അതിൻ്റെ ബയറെ നമ്മൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും മിതമായ നിരക്കിൽ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഈ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ലോൺ എടുത്തും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുമൊക്കെയാണ് വീട് വാങ്ങുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് എന്നെ പുളിയറക്കോണം ഭാഗത്ത് ഒരു വീട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പം അവർ ചോദിക്കുന്ന വില കേട്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ പരസ്യം ചെയ്യാതെ തന്നെയാണ് പോകുന്നത്. അപ്പം അവർ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുളിയറക്കോണം ഭാഗത്തൊക്കെ 2.5 ലക്ഷം രൂപ മുതൽ സ്ഥലങ്ങൾ അവൈലബിൾ ആണ്. 2.5 ലക്ഷം രൂപ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 4 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ ആ റേഞ്ചാണ് അവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയെന്ന് പറഞ്ഞു. 4 സെൻറ്റിൽ വരുന്ന 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. അവർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഫർണിഷ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏകദേശം 8 വർഷമായ വീടാണ്. 8 വർഷമായ വീടും 4 സെൻറ്റ് സ്ഥലവും കൂടെ അവർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഇന്ന് പുതിയ വീടിനേക്കാളും ഒരു മാർക്കറ്റ് വാല്യൂ അവർ കൂടുതലാണ് ചോദിക്കുന്നത്. അപ്പം അവർ പല രീതിക്കും അത് വിൽക്കാൻ നോക്കി. ലാസ്റ്റ് ഞാൻ നടക്കാത്തത് കൊണ്ട് വീട് ഫുൾ ഫർണിഷോട് കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു. 2 AC കട്ടിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്, കയറി താമസിച്ചാൽ മതി. പക്ഷേ വളരെ ഈ പുളിയറക്കോണം സൈഡിലൊക്കെ വളരെ മോശമായിട്ട് വെച്ച് വീട് ഈ ഡെവലപ്പേഴ്സ് എടുത്തിട്ട് ഒരുപാട് മോശപ്പെട്ട വീട്. 5 കൊല്ലത്തിനകത്ത് ഈ വീട് മൊത്തം തൊലയും. അത് ഇവർക്കറിയില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നവരായാലും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നവരായാലും അപ്പോൾ എപ്പോഴും നോക്കണ്ടേ, വഴി സൗകര്യം നോക്കണം. അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്ററൊന്നും കുഴപ്പമുള്ള കേസല്ല. അപ്പോൾ ആ ഏരിയയെ പറ്റി മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. അല്ലാതെ കുറേ ആൾക്കാരുണ്ട് വീട് വിൽക്കാനായിട്ട് വിൽക്കുന്നത്. അവർ വന്ന് പെട്ടുപോയതാണ്. പല സ്ഥലങ്ങളിലും വന്ന് വലിയ പൈസയ്ക്ക് വാങ്ങിയിട്ട് അവർക്കത് എങ്ങനെയും കൊടുത്താൽ മതി എന്നാണ്. ആ ഒരു അവസ്ഥയിലോട്ട് ആരും പോകരുത് ഒരിക്കലും. അപ്പം വീടൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഏരിയയെ പറ്റി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ നമ്പർ ഈ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വസ്തുക്കളും വീടുകളും ഒക്കെ വാങ്ങാൻ നിൽക്കുന്നവർ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ട് ഇതുപോലുള്ള ജെന്യുവലായിട്ടുള്ള കേസുകൾ വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും, എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അനിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒന്ന് വിളിച്ച് പറയണമെന്ന്. അത് എന്നെക്കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് എൻക്വയറിയാണ് ഒരു ദിവസം വരെ. എല്ലാവരെയും ഓർത്തിരിക്കാനും എനിക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം.